Assalamualaikum, welcome to Yummy Kitchen. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ട്ടോ കാണിക്കുന്നത്. ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള ചേർക്കണമെങ്കിൽ ചെറിയ കഷ്ണം സവാള ചേർത്താലും മതി. ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിട്ട് നമ്മൾ ദോശയ്ക്ക് പരത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല തിന്നായിട്ട് അരിഞ്ഞത്. അപ്പോൾ വല്ല ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഇതുപോലെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് കത്തി വെച്ച് അരിഞ്ഞതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എത്ര ഒഴിക്കണമെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ അളവ് പറയാം കേട്ടോ. അതിൻ്റെ കണക്ക് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം എടുത്തതിന് 2.25 കപ്പ്, 1/4 കപ്പ് മാറ്റി വെച്ചിട്ട് 2.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. 2.25 കപ്പ് വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കട്ടയൊക്കെ പോയി നല്ല ഇതിൽ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് നമ്മൾ ദോശയ്ക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി ചുട്ടെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീയോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടി മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സൈഡ് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ പച്ചമുളക് തന്നെ പൊട്ടിയായിട്ട് അരിഞ്ഞിട്ടാറുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അങ്ങനെ എരിവ് ഫീൽ ചെയ്യുന്നില്ല, എരിവില്ല ഭയങ്കരമായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരെണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇതിപ്പോൾ അധികം നമുക്ക് ഒട്ടും എരിവ് തോന്നുന്നേ ഇല്ല. ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ ഇങ്ങനൊരു ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 2 സൈഡും മൊരിച്ചിട്ട് നമുക്കിതുപോലെ എടുക്കാം. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.